ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ എൻ്റെ മോളുടെയും വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ്, അതേപോലെ എൻ്റെ ഡയറ്റ് പ്ലാൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അങ്ങനൊരു വീഡിയോ ആദ്യം തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 വർഷത്തോളമായിട്ട് ഞാനും എൻ്റെ മോളും ഫോളോ ചെയ്യുന്ന ഭക്ഷണ രീതി, അതേപോലെ ഞാനും എൻ്റെ മോളും എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തത്, ഞങ്ങളുടെ ബിഫോർ എന്തായിരുന്നു, ആഫ്റ്റർ ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു 2021 ഡിസംബർ മാസത്തിലാണ് ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ നിരവധി കാര്യങ്ങളിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. കുറേ മെത്തേഡുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ കാണുന്ന എല്ലാ ഡയറ്റ്സും ഫോളോ ചെയ്യാറുണ്ട്. അതേപോലെ കീറ്റോ ഡയറ്റ്, ഇൻറ്റിമേറ്റ് ഫാസ്റ്റിംഗ്, പല കാര്യങ്ങളും എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഫെയിൽഡ് ആയി പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളാണ്. കാരണം എൻ്റെ എക്സസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നത്, അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, 2 കുട്ടികളായി, ഇനിയിപ്പോൾ എൻ്റെ ഈ വെയിറ്റ് കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെ പോട്ടെ, ഇപ്പോൾ കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം, ആ ഒരു മൈൻഡിലായിരുന്നു. കുറച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആര് കാണാനാ, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിലായിരുന്നു ഞാൻ ഇങ്ങനെ പോയോണ്ടിരുന്നത്. പക്ഷെ എൻ്റെ മോൾക്ക് ഒരു 11 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിലേക്കാണ് അവൾ ഒരുപാട് എക്സസ് വെയിറ്റിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു എക്സസ് വെയിറ്റിൽ പോണ സമയത്ത് ഒരു കൊറോണ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ആ കൊറോണ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കൂളൊക്കെ അടച്ചപ്പോൾ യാതൊരു ആക്ടിവിറ്റീസും ഇല്ല, വീടിനുള്ളിൽ ഒതുങ്ങി കൂടിയ സമയത്താണ് അവൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗെയിൻ ചെയ്യുന്നേക്കാൾ ഉപരി അവളുടെ വയറ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി വരുന്ന രീതിയിലാണ് എക്സസ് വെയിറ്റ് ആയിരുന്നത്. അപ്പോൾ ഞാൻ അവളും കൂടെ നിറയെ മെത്തേഡുകൾ നോക്കും. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് 1-2 ദിവസം ചെയ്യും, പിന്നെ അതിലും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും, കുറേ എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് നോക്കും. അതേപോലെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു ഞാൻ. സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ ഒരു വ്യായാമല്ലേ, അങ്ങനെ പലതും ചെയ്ത് നോക്കി. പക്ഷെ അപ്പോഴൊക്കെ അവൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ അവളുടെ വെയിറ്റിൽ നിന്ന് 1 ഗ്രാം പോലും കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതേപോലെ തന്നെ ആ വർഷം നമ്മളെ മുസ്ലിംസിനറിയാം, റമളാൻ മാസത്തിലെ നോമ്പും 30 നോമ്പും ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ വെയിറ്റ് കുറയുകയാണെങ്കിൽ കുറഞ്ഞോട്ട് വെച്ചിട്ട്. പക്ഷേ ആ നോമ്പ് കഴിഞ്ഞപ്പോൾ 2 കിലോ വെയിറ്റ് കൂടുകയാണ് ചെയ്തത്, കുറയല്ല ചെയ്തത്. പിന്നെ അവൾക്ക് പുറത്തേക്ക് വരാൻ, അതേപോലെ നമ്മുടെ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ പുറത്ത് വരാനൊക്കെ ഭയങ്കര മടി. ഒരു ആളുകളിലേക്ക് എങ്ങനെ ഫേസ് ചെയ്യും, കാണുന്നവരെല്ലാം എന്ത് തടിയാ കുട്ടി വെച്ചിക്കണേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരൽ തുടങ്ങിയപ്പോൾ ആള് പുറത്തേക്ക് വരാതെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. ആ ഒതുങ്ങിക്കൂടുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ. കാരണം ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല. എൻ്റെ സൈസിലുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കടയിൽ കൊടുത്തിട്ട് അവൾക്ക് ശരിയാക്കി കൊടുക്കുകയായിരുന്നു. മോഡേൺ ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ്, ഒരു ന്യൂട്രീഷൻ സെന്ററിലെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കും വെയിറ്റ് കുറയ്ക്കാനുണ്ടെന്നറിയാം, മോൾക്കും കുറയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു എൻക്വയറി എന്നുള്ള രീതിയിലാണ് അവിടെ പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു കറക്റ്റായിട്ടൊരു കോച്ചിങ്, ഗൈഡിങ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു 3 ഡേയ്സ് ട്രയൽ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു നല്ലൊരു ഭക്ഷണ രീതി മാറ്റം വരുത്തിയിട്ടുള്ള ഈ ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാം. ട്രയൽ ചെയ്ത ആ ഒരു 3 ഡേയ്സിൽ തന്നെ എനിക്കൊരു 1,700 മോൾക്കൊരു 1,200 വെയിറ്റ്, 1 കിലോനും 700 ഗ്രാം ഞാനും, മോളൊരു 1 കിലോന് 200 ഗ്രാമും വെയിറ്റ് കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതുവരെ ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡയറ്റ് ഫോളോ ചെയ്യാൻ. പക്ഷേ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എനർജറ്റിക് ആണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് ഫോളോ ചെയ്യാൻ, എല്ലാ ഭക്ഷണം കഴിക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ന്യൂട്രീഷൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ന്യൂട്രീഷൻ ഡയറ്റ് ഫോളോ ചെയ്തു. അവിടെ നിങ്ങളുടെ മാറ്റങ്ങൾ വരൽ തുടങ്ങി. ഞാനും മോളും കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 മന്ത് കൊണ്ട് ഞാനൊരു 7 kg, മോളൊരു 4 kg കുറച്ചു. അപ്പോൾ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു 7 kg ഒക്കെ ബോഡിയിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾക്ക് അറിയാം, ഒരുപാട് സന്തോഷമാവും.
ആ ഒരു രീതിയിൽ ഞങ്ങളത് ഫോളോ ചെയ്തു. 3 മാസം കൊണ്ട് മോള് 18 കിലോ വെയിറ്റ് കുറച്ചു. മോളല്ല, ഞാൻ 18 കിലോ വെയിറ്റ് കുറച്ചു. മോള് 10.5 കിലോ വെയിറ്റ് കുറച്ചു. മോൾക്ക് 10 കിലോനാ കുറയ്ക്കാണ്ടായിരുന്നുള്ളൂ. മോളൊരു 1/2 കിലോ അണ്ടർ വെയിറ്റിലിട്ട് മോള് 10.5 കിലോനും ഞാൻ 18 കിലോനും വെയിറ്റ് കുറച്ചു. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ മോള് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴത്തെ അവളുടെ ഈ ഒരു ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു അവസ്ഥയിൽ നിന്നും ഇത്രയും മാറ്റം അവൾ വന്നു. മെൻ്റലി ഫിസിക്കലി ഒക്കെ അവൾ ഹാപ്പിയായി. ഇപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്. ഞാനും അതെ, മൊത്തത്തിൽ നമ്മളുടെ ഒരു പഴയ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ് വരാറ്. ഇനി ഈ ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിഫോർ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ നിങ്ങളിൽ പലരും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ. അപ്പം ഞാൻ എന്ത് ഡാറ്റ ഫോളോ ചെയ്തേ, എങ്ങനെയാണ് ഫോളോ ചെയ്തേ, എൻ്റെ ഭക്ഷണ രീതി എന്തായിരുന്നു എന്നുള്ളതെല്ലാം ഞാനിനി വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലൂടെ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി എങ്ങനെയായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അതേപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. எல்லாருக்குமே நம்மள பிடிச்சி போச்சுன்னு வைங்களேன், அப்புறம் லைஃப் போர் அடிச்சிடாது. கொஞ்சம் பேருக்காவது நம்மள பிடிக்காம இருந்தாதான் லைஃப் ஒரு மாதிரி ஜாலியா இருக்கும், இன்ட்ரெஸ்டிங்கா இருக்கும், சுவாரஸ்யமா இருக்கும். മനസ്സിൽ കണ്ടപ്പോ ഞാൻ മട്ടാഞ്ചേരി കണ്ടു.